നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിൻ്റെ രണ്ടാം ഗഡു വിതരണം തുടങ്ങുകയാണ്. ആദ്യ ഗഡു വിതരണം ലഭിച്ച 10 ലക്ഷത്തിലധികം ആളുകൾക്കായിരിക്കും രണ്ടാം ഘട്ടത്തിലും വിതരണം തുടങ്ങുക. അന്ന് അപ്രൂവൽ ആവാത്ത ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അപ്രൂവൽ മെസ്സേജ് വരുന്നുണ്ട്. ഇനിയും മെസ്സേജ് വരാത്ത സബ്മിറ്റഡ് എന്ന് മാത്രം കാണിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, രണ്ടാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഏകദേശം ഇപ്പോൾ 16 ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ആദ്യ ഗഡു വിതരണം 10 ലക്ഷത്തിലധികം ആളുകൾക്കായിരുന്നു വിതരണം ഉണ്ടായിരിക്കുക. രണ്ടാം ഘട്ടത്തിൽ ഇത് 13 ലക്ഷത്തിലധികം ആളുകൾക്ക് വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ മുതൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായുള്ള കാര്യങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാകും. ജനുവരി മാസം കണക്കാക്കിയാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ മുതൽ തന്നെ തുടങ്ങും. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ മാസം തുടക്കത്തിൽ വരെ അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാ ആളുടെയും അപേക്ഷകൾ ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജുകളും വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഒരുപാട് ആളുടെ അപേക്ഷകൾ ഇപ്പോൾ സബ്മിറ്റഡ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് സൈറ്റിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരിലും അപ്രൂവൽ ആയിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ പെൻഷൻ ഐ ഡിയും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പെൻഷൻ ഐ ഡി കാണിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും സബ്മിറ്റഡ് എന്ന് മാത്രം കാണിക്കുന്ന ആളുകൾ നിങ്ങൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം പഞ്ചായത്തിൽ അന്വേഷണം നടത്തുക. ഒട്ടുമിക്ക ആളുടെയും ഇപ്പോൾ അപ്രൂവൽ ആയിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ഒരുപാട് വീഡിയോസുകൾ വരാറുണ്ട്. അക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനന സർട്ടിഫിക്കറ്റ് തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മളുമായി നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. വാട്സപ്പിൽ നമ്മൾ ഓൺലൈൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതുമാണ്. വാട്സപ്പിൽ ബന്ധപ്പെടാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. 29 രൂപയാണ് നമ്മൾ ഇതിന് ചാർജ് ഈടാക്കുന്നത്. ചാർജ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വാട്സപ്പിൽ മറുപടി നൽകുന്നതാണ്. ഇപ്പോഴും ഇതിന് പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, 35 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉൾപ്പെട്ട മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്ത്രീകൾക്ക് ഇപ്പോഴും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പെൻഷൻ അവസാന തീയതി സർക്കാർ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ സമർപ്പിച്ച് അത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാത്ത ആളുകൾ, കുറച്ച് ദിവസം മുമ്പ് പെൻഷൻ ലഭിക്കാത്ത ആളുകൾ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ മൊബൈൽ സോഫ്റ്റ്വെയർ വഴിയോ നിങ്ങൾ ഒന്ന് അപേക്ഷയുടെ സ്ഥിതി അറിയുക. അപ്രൂവലായ ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. വാർഡ് മെമ്പർമാരുടെ സഹായത്തോടെ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് അപ്രൂവൽ ആയിട്ടുണ്ട്, പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പല ആളുടെയും ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു 0 കൂടുക, 0 കുറയുക എന്നിങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് അല്ലാത്ത ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്രൂവലായ സ്ഥിതിക്ക് ഇനി സർക്കാരിൽ നിന്നുള്ള പുതിയ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൊടുത്ത അപേക്ഷയിൽ എന്നീ തരത്തിലുള്ള എഡിറ്റോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരതുവരെ കാത്തിരിക്കുകയായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ